ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോയിൽ വീണ്ടും ഒരു ചിത്രം വരാൻ പോവുകയാണെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മോസ്റ്റ്ലി ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 10 മുതലായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 5 രാംചരൺ നായകനായി ഒരു പാൻ റിലീസായി പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു റൂറൽ കൊമേഴ്ഷ്യൽ നെറ്റിനാർ ചിത്രമാണ് പെഡി. ചിത്രത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ ഡ്യൂറേഷനും പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 hours 9 minutes ആണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. അതായത് ഈ അടുത്ത് വന്നതിൽ വെച്ച് അടുത്ത ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഒരു പടം. അതിനെ കമൻറ്റ്സ് അപ്ഡേറ്റിലൂടെ തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചുള്ളൂ ഇത്രയും ദിവസം എന്താണ് വീഡിയോ വരാഞ്ഞെന്നാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി പോയതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രോപ്പർലി അപ്ഡേറ്റ്സ് വൈസ് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് ഇനിയും തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കാം. ഇതേ കമൻറ്റ് ഇട്ട ആൾ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, അരമനെ 5 സംഭവിക്കുമോ എന്ന്. ചിത്രത്തിന് ഡയറക്ടറുള്ള സുന്ദർ സി ഇപ്പോൾ കറൻറ്റ്ലി കുറച്ച് പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അരമനെ 5 സംഭവിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തായി കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ പുതിയ പടം ഏതാണ്, കണ്ണൂർ സ്ക്വാഡ് 2 സംഭവിക്കുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ ലൈനപ്പിനെ കുറിച്ച് ഒരു പ്രോപ്പറായിട്ടും ഡീറ്റെയിൽ ആയിട്ടും ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം. നമുക്ക് ഏറ്റവും പുതിയ അഭിനയിക്കാൻ പോകുന്നത് നിധി സഹദേവന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലാണ്. ചിത്രത്തിന്റെ ഷൂട്ട് പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന ജൂൺ ലാസ്റ്റ് വീക്കോടുകൂടി സ്റ്റാർട്ട് ആകുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ ആക്ഷൻ കോമഡി എന്റർടൈനർ പടമാണ്. അതിനുശേഷം അഭിനയിക്കാൻ പോകുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്ന ഖാലിദ് റഹ്മാൻ ചിത്രത്തിലാണ്. ആ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും കണ്ണൂർ സ്ക്വാഡ് 2 വരിക എന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തതായി ചോദിച്ചുള്ളത് മായൻ എന്ന ജയസൂര്യ ചിത്രത്തെ പറ്റിയാണ്. ജയസൂര്യ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ ട്രയൽ എന്ന ചിത്രത്തിലാണ്. ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കിയ ശേഷം മായൻ എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തതായി ചോദിച്ചുള്ളത് ദിലീപ് ഏട്ടൻ്റെ ഏറ്റവും പുതിയ പടത്തെ പറ്റിയാണ്. നീക്കം എന്ന ചിത്രമാണ് ഈ വരുന്ന ജൂലൈ റിലീസാണ് ചിത്രം ടാർഗറ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഒരു ജൂൺ 4 തന്നെ എക്സ്പെക്ട് ചെയ്യാം. അടുത്തായി ഇന്ദ്രജിത്ത് മൂവിയുടെ അപ്കമിങ് മൂവീസിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ദ്രജിത്ത് മൂവി പറയുകയാണെങ്കിൽ ഒഫീഷ്യലി പുള്ളി ലീഡിൽ വരുന്ന ഒരു കറൻറ്റ്ലി ലൈനപ്പ് പോലും പുള്ളിയുടെ എതിരായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തായി ചോദിച്ചിട്ടുള്ളത് പള്ളിച്ചട്ടമ്പിയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ പറ്റിയാണ്. ചിത്രം ഏകദേശം 20 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രം കളക്ട് ചെയ്ത് തിയേറ്ററിൽ പരാജയമായി മാറിയിട്ടുണ്ടായിരുന്നു. അടുത്തായി ചോദിച്ചിട്ടുള്ളത് അല്ലു അർജുൻ പടത്തെ പറ്റി അപ്ഡേറ്റ് ആണ്. ഈ ഒരു A23 എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് KD ദി ഡെവിൾ എന്ന ചിത്രത്തെ പറ്റിയാണ്. ചിത്രം ഏകദേശം 75 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന് 20 കോടി രൂപ മാത്രം കളക്ട് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു പരാജയം മാറിയിരിക്കുകയാണ്. ചിത്രം മെയ് 28 പ്രൈം വീഡിയോ വഴി OTT റിലീസിലെത്തിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തായി ചോദിച്ചുള്ളത് DC ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിനെ പറ്റി ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇതായിട്ട് പുറത്തിറങ്ങിയില്ലും ചിത്രത്തിന്റെ റിലീസ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാഞ്ഞുകൊണ്ടൊക്കെ തന്നെ കമന്റ് വഴി ഒരുപാട് അപ്ഡേറ്റ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില അപ്ഡേറ്റ്സിനെ പറ്റി പറയാമെന്ന് പറഞ്ഞിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ മതി. നമ്മൾ നെക്സ്റ്റ് വീഡിയോ അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. ആന്റണി വർഗീസ് പെപ്പെ നായകനെ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാട്ടാളൻ. ചിത്രം മെയ് 28 വേൾഡ് തിയേറ്റർ റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വയലൻസ് മൂവിയൊക്കെ തന്നെ ആയതുകൊണ്ട് ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. നെസ്ലിൻ നായകനായി അമൽ നീരദിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബാച്ചലർ പാർട്ടിയുടെ ഒരു സ്പിൻ ഓഫ് എന്ന രീതിയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബാച്ചലർ പാർട്ടി ഡ്യൂ എന്ന ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നസ്രിനെ കൂടാതെ ഷറഫുദ്ദീൻ, സൗബിന്, ടോവിനോ തോമസ്, കുഞ്ചാക്കോബൻ അങ്ങനെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ചിത്രം വരുന്ന ഒക്ടോബർ മാസം വീണ്ടും തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഐ ആം ഗെയിമിന് ശേഷം DQ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു തെലുങ്ക് ചിത്രമാണ് DQ41 എന്ന ചിത്രം. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഷെഡ്യൂളിൽ പ്രധാനപ്പെട്ട സീക്വൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ആയാലും ടൈറ്റ് അനൗൺസ്മെന്റും പരിപാടികളൊക്കെ തന്നെ ഉടനെ ഉണ്ടാക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യ വർഷങ്ങൾക്ക് ശേഷം ഒരു 13 വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസ് അടിച്ച അടിയിൽ ഇപ്പോൾ കിളി പറത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് കളക്ഷൻ മുന്നേറുന്നത്. കേരളത്തിൽ നിന്ന് 13 കോടി രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 110 കോടി രൂപ, കർണാടകയിൽ നിന്ന് 20 കോടി രൂപ, തെലുങ്കിൽ നിന്ന് 27 കോടി രൂപ, അങ്ങനെ ടോട്ടൽ വേൾഡുമായിട്ട് 230 കോടി രൂപ. സൂര്യയുടെ കരിയറിൽ 150ഉം 200 കോടി വരെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനിയും പുള്ളിയുടെ ശ്രമം 250 കോടി ഓപ്പൺ ചെയ്യാനുള്ള സിറ്റുവേഷനാണ്. കേരളത്തിലും ചിത്രം ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സൂര്യയുടെ കരിയറിലെ ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡ് ഇപ്പോൾ കറുപ്പ് ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതേ ഒരു ലൈൻ പോവുകയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 300 കോടി തൂക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പോകുന്ന രീതിയിലുള്ള ഒരു കിടിലം ഗ്രോത്തോട് കൂടി പോയാൽ മാത്രമേ ഒരു 300 കോടി എന്നൊരു ടാർഗറ്റിലോട് ചിത്രത്തിന് എളുപ്പത്തിലെത്താൻ പറ്റത്തുള്ളൂ. വിജയുടെ ലാസ്റ്റ് ടൈം എന്ന ലേബലോടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രം വിജയ് CM ആയതോടുകൂടി ഉടനെ റിലീസ് ഉറപ്പിക്കുമെന്ന് വെച്ചിരുന്ന സിനിമയുടെ റിലീസ് ഇതുവരെയായിട്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ റിലീസ് ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു റിലീസ് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ ആയാലും പ്രൊഡക്ഷൻ്റെ ആയാലും കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ OTT ഡീൽ വീണ്ടും നടക്കുന്നു. അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഇങ്ങനെ മാറ്റി പോകുന്നത്. ബട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തു നിന്നും വരുന്ന ഒരു അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ചിത്രം വരുന്ന ജൂൺ 19 വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിന് എത്തുമെന്നാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റിന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ കൂടുതലൊന്നും റിലീസ് മാറ്റുമെന്ന് തോന്നുന്നില്ല. ഈ വരുന്ന ജൂൺ 19 തന്നെ ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസിന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
പക്ഷേ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ അതൊരു ചെറിയ പടമാണ്, ലോ ബഡ്ജറ്റ് ചിത്രം, ഫാമിലി ഡ്രാമ ചിത്രം, ത്രില്ലർ ചിത്രം. ബട്ട് നമ്മുടെ മലയാളികൾക്ക് അങ്ങനെയല്ല, അതൊരു ഇമോഷനാണ് ആ ഒരു പടം. ആ ഒരു പടമാണ് ദൃശ്യം 3. പടം ജസ്റ്റ് 3 ദിവസം കൊണ്ടൊക്കെ തന്നെ 100 കോടി അടിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയൊന്നും ചിത്രം തീർന്നിട്ടില്ല. കേരളത്തിൽ നിന്ന് 30 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്ര തെലങ്കാന പ്രദേശങ്ങളിൽ നിന്ന് 5 കോടി രൂപ, കർണാടകയിൽ നിന്ന് 7 കോടി രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 115 കോടി രൂപ. ഇതിനോടൊപ്പം തന്നെ ചിത്രം ഏകദേശം ഒരു 120 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ കണക്ട് ചെയ്യുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ കരിയറിൽ അടുത്തൊരു ഹ്യൂജ് ഹിറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം തന്നെയാണ്. എന്തിന് കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ ബുക്ക് മൈ ഷോ വഴി 3 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ തന്നെ ചിത്രത്തിന് വിറ്റുപോയിട്ടുണ്ട്. ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസും എക്സ്ട്രാ ഷോസും നൈറ്റ് ഷോസും ലേറ്റ് ഷോസും അങ്ങനെ മൊത്തത്തിൽ ഒരു തിയേറ്ററൊക്കെ തരംഗമായി മാറിയിരിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ വമ്പൻ പടങ്ങളുടെയൊക്കെ റിലീസ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം 300 കോടി അച്ചീവ് ചെയ്യുമോ, ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. കാരണം വരും ദിവസങ്ങളിൽ വമ്പൻ പടങ്ങളൊക്കെ തിയേറ്റർ റിലീസിന് എത്തുന്നുണ്ട്. അതിനൊക്കെ മികച്ച റെസ്പോൺസ് കിട്ടിയാലും നല്ല നമ്പർ ഓഫ് ഒരു ഫൈനൽ കളക്ഷനൊക്കെ ദൃശ്യം 3ക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.